കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. സ്ഥാനാർത്ഥിത്വം ഉറപ്പു നൽകിയാൽ മാത്രമേ ഡൽഹിയിലേക്ക് എത്തൂ എന്ന് കെ സുധാകരൻ നിലപാട് അറിയിച്ചു. 24 ബ്രേക്കിംഗുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, കെ സുധാകരനെ തിങ്കളാഴ്ചയാണ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അത് ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ചു പറയുന്നു. സ്ഥാനാർത്ഥിയാകുന്നില്ല എങ്കിൽ ഡൽഹിക്ക് ഞാനില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഈ നിലപാടിനെ നോക്കിക്കാണുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ അടക്കമുള്ള അനുനയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. ഇതിനിടയിലാണ് സുധാകരൻ നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അത് പിന്നീട് വലിയൊരു അതിർത്തിയിലേക്കടക്കം കോൺഗ്രസിനെ എത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ അത് ഒന്നുകൂടി കടുപ്പിക്കുക തന്നെയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിലേക്ക് ഉള്ളൂ എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സുധാകരന്റെ നിലപാട്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഒരു കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇനിയും സുധാകരന് ഒരു ഉറപ്പും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രം ഡൽഹിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് നിലവിൽ സുധാകരൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ അത് രാവിലെ മുതൽ തന്നെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹവുമായി ഒക്കെ തന്നെ ബന്ധപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പകരം എന്ന ഒരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത് സുധാകരനെ കൂടി പരിഗണിക്കാവുന്ന തരത്തിൽ, അതായത് സുധാകരന്റെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് കണ്ണൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന തരത്തിലേക്കുള്ള അതിനുവേണ്ടിയുള്ള ചില സാധ്യതകളൊക്കെ തന്നെ നേരത്തെ നേതാക്കൾ സംസാരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിനോടും സുധാകരൻ വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം ഒരിക്കൽ കൂടി കടുപ്പിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം എന്നതിനപ്പുറം മറ്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സുധാകരൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രം, ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിലേക്ക് ഉള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ സുധാകരൻ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. പ്രജിത്, വിനീത, അതിൽ നേരത്തെ ഈ കണ്ണൂരിലേക്കുള്ള പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട് കെ സുധാകരന്. ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് അവിടെ കേട്ടതുമാണ്. സുധാകരന് അങ്ങനെ ഒരു കൃത്യമായ സ്വാധീനമുള്ളൊരു മേഖലയാണ് കണ്ണൂർ. അവിടെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നതാണ്. സുധാകരൻ നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്നുമില്ല. നേരത്തെ ചില നേതാക്കളൊക്കെ പ്രതികരിച്ചത് സുധാകരന് കൃത്യമായി പാർട്ടിയുടെ നയം എന്താണെന്ന് മനസ്സിലാകും, പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് മനസ്സിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. MP-മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇളവ് നൽകേണ്ടതുണ്ടോ എന്നതിലൊന്നും ഇപ്പോൾ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പോലും ചില നേതാക്കൾ പറഞ്ഞു. അപ്പോഴാണ് KPCC അധ്യക്ഷൻ പറയുന്നത് MP-മാർ മത്സരിക്കുന്ന കാര്യം ചർച്ച ആയിട്ടില്ല, അല്ലെങ്കിൽ അത് തീരുമാനമായിട്ടില്ല എന്നും. ഇതിൽ തന്നെ രണ്ട് തട്ടിലാണോ കോൺഗ്രസിനകത്തെ നേതാക്കൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിൽ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് KPCCയുടെ നിലപാട്. നേരത്തെയും ഇക്കാര്യം പലകുറി അവർ ആവർത്തിച്ചതാണ്. അതിൽ സുധാകരന് മാത്രമായി ഒരു ഇളവ് അനുവദിക്കുകയാണ് എങ്കിൽ നേരത്തെ തന്നെ ഈ സന്നദ്ധത അറിയിച്ച, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP-മാരുണ്ട്. ഇവരെ ഏതു രീതിയിൽ പരിഗണിക്കാൻ കഴിയും? അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കടക്കം എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന് മാത്രമായി ഇക്കാര്യത്തിൽ എങ്ങനെ ഇളവ് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുധാകരനുമായി ഒരു അനുനയ നീക്കം എന്ന തരത്തിൽ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ സണ്ണി ജോസഫ് അടക്കം ഇക്കാര്യത്തിൽ പറയുന്നത് ഹൈക്കമാൻഡാണ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമ്പോഴും തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണം എന്നൊരു നിലപാടിൽ തന്നെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ അദ്ദേഹം ഒരു കാരണമായി പറയുന്നത് നേരത്തെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ തന്നെ മാറുമ്പോൾ താൻ നിയമസഭയിൽ മത്സരിക്കാൻ അവസരം നൽകാമെന്നൊക്കെ തന്നെ നേതാക്കൾ അന്ന് തന്നോട് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടിയൊക്കെയാണ് അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആ ഉറപ്പ് പാലിക്കണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഒരുപക്ഷെ പാർട്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് മധുസൂദൻ മിസ്ത്രി അടക്കം MP-മാർ ചിത്രത്തിലേ ഇല്ല എന്ന് പറയുകയും ഈ സുധാകരനെ അനുനയിപ്പിക്കുന്നത്
അറിയിക്കുന്നതിനൊക്കെയായി KPCC അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡിന്റേതാണ് എന്നൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറെക്കുറെ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച MP-മാർ ചിത്രത്തിലില്ല എന്നതുകൂടി വ്യക്തമാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ പാതി വഴിയിൽ നിർത്തി സുധാകരൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരികെ കണ്ണൂരിലേക്ക് എത്തുകയും അതിവൈകാരികമായി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും തന്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് സുധാകരനുള്ളത്. ഒപ്പം തന്നെ ഒരു കടുംപിടുത്തത്തിലേക്ക് അടക്കം അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹൈക്കമാൻഡ് ഈ അനുനയ നീക്കവുമായി മുന്നോട്ട് പോകുമ്പോഴും സ്ഥാനാർത്ഥിത്വം എന്നതിനപ്പുറം മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ കെ സുധാകരന്റെ നിലപാട്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രം തൽക്കാലം ഡൽഹിയിലേക്ക് പോയാൽ മതി എന്നാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.